ഫാദർ ആന്റണി വടക്കേക്കര, ഇവിടെ പലയിടങ്ങൾ അങ്ങേക്ക് കേൾക്കാമോ? 2 തവണ ഞാൻ അങ്ങയോട് ചോദിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ചോദ്യമാണ് അത്. ഫാദർ ആന്റണി വടക്കേക്കര, നിങ്ങൾക്ക് ഇന്ന് കേരളത്തെ സഭാ നേതൃത്വമാകെ ഈ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷമായ നല്ല മൂർച്ചയുള്ള ഭാഷയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വൈകി വന്ന തിരിച്ചറിവാണോ? ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടികളെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇപ്രകാരം ആൾക്കൂട്ട വിചാരണ ചെയ്തുകൊണ്ട് അവരുടെ മൊഴി മാറ്റി പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ബജ്രംഗ് ദളിൻ്റെ വർഗീയവാദികളായ ആൾക്കൂട്ടത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതും അതിൽ ക്രിമിനലുകളാണ് എന്ന് ശ്രീ പത്മനാഭൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, ഇപ്രകാരം ഇന്ത്യ മുഴുവനായും ക്രമസമാധാന നില തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ 10-12 വർഷങ്ങളിലധികമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും യാതൊരു ചുമതലയുമില്ലേ ഈ കാര്യങ്ങളെ അടിച്ചമർത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീതി നിർവഹണം നടത്താൻ വേണ്ടിയിട്ട്? ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു എന്ന് ഭരിക്കുന്ന പാർട്ടിയോട് തന്നെ ഒരു പ്രതിനിധി വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ പൊതുസമൂഹം മുഴുവൻ അത് പഞ്ചപുച്ഛമടക്കി കേട്ടിരിക്കണമെന്നാണ്. ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപി എംപിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. എന്നോട് ചോദിക്കാൻ വരേണ്ട എന്ന് അദ്ദേഹം അന്ന് വലിയ തോതിൽ പറയുന്നുണ്ടായിരുന്നു. ജബൽപൂരിൽ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കേണ്ട, ബ്രിട്ടാസിനോട് പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബ്രിട്ടാസിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലോ അദ്ദേഹത്തെ വിടുന്നത്, വിജയിപ്പിച്ച് വിടുന്നത്. നിങ്ങളുടെ പല സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട പല സഭകളുടെ, ഇപ്പം അങ്ങ് സിറോ മലബാർ സഭയെ പ്രതിനിധീകരിക്കുന്നു, മുൻപ് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ അതുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത വലിയ വിമർശനം ഇന്ന് ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ്? നിങ്ങൾക്കിത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ടോ? 2014 BJPയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നതിന് ശേഷം 2024 വരെയുള്ള 10 വർഷക്കാലം കൊണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 4316ഓളം ക്രൈസ്തവ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ഉത്തരേന്ത്യയിൽ ഇപ്രകാരം കയ്യാമം വയ്ക്കുകയും തുറങ്കിലടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരികയും കേരളത്തിൽ BJPക്ക് വലിയ തോതിലുള്ള വോട്ട് ബാങ്ക് ഇല്ല, അല്ലെങ്കിൽ വോട്ടില്ല എന്ന് കാണുമ്പോൾ ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് അവരുടെ മാത്രം ആവശ്യമാണ്. ഇന്നുവരെയും ക്രൈസ്തവ കത്തോലിക്ക മത നേതൃത്വം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടല്ല സംസാരിച്ചിരിക്കുന്നത്. മറിച്ച് കേന്ദ്ര സംസ്ഥാന ഭരണകർത്താക്കളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൃത്യതയോടുകൂടെ ഞങ്ങൾ നിലപാടെടുക്കുന്നതിൻ്റെ കാരണം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ആവർത്തിച്ച് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മിഷണറിമാരാകട്ടെ, കന്യാസ്ത്രീമാരാകട്ടെ, വൈദികരാകട്ടെ, ഞങ്ങളുടെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത വിധം ആൾക്കൂട്ട ആക്രമണങ്ങൾ വർഗീയവാദികളുടെ മുമ്പിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരു ഭാരതമല്ല ഞങ്ങളൊന്നും, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, അംബേദ്കർ ഭരണഘടന എഴുതി തന്ന, നമുക്കെല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുള്ള ഈ പറയുന്ന ഭരണഘടന നൽകുന്ന ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം, അവകാശങ്ങളെല്ലാം, ബോധ്യങ്ങളെല്ലാം അനുവദിച്ചു കിട്ടുന്ന ഇടത്തല്ല ആൾക്കൂട്ട വിചാരണ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നീതി നിർവഹണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ ബഹുമാനമില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത്. നിയമവ്യവസ്ഥിതി പറയുന്നുണ്ട്, പക്ഷെ നീതി നിർവഹണം ഉത്തരവാദിത്തമായ ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? അതിന്യൂനപക്ഷമാണ് ആ മേഖലകളിലാകെ. ഇവിടെ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടില്ല എന്ന്, കായികമായി വേട്ടയാടപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഇടത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഈ കാര്യങ്ങൾ ഉറക്കെ പറയാൻ കഴിയുന്ന സാഹചര്യം വേറെ എവിടെയാണുള്ളത്? ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് പറയുന്ന സമയത്ത് ഇവിടെ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പോലും കൃത്യമായി അതിനെ അനുകൂലിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല, ഒറ്റക്കെട്ടായ സ്വരമില്ല. ഫാദർ ആന്റണി വടക്കേക്കര, കേൾക്കാമോ?
മതരാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മതന്യൂനപക്ഷങ്ങൾക്ക് ട്രെയിനിലും തെരുവിലും വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം, ശിക്ഷകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം, ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും കടന്നുകയറി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ജനക്കൂട്ടങ്ങൾ ഏതെങ്കിലും വർഗീയ സംഘടനകളുടെ പേരിൽ ഫ്രിഞ്ച് എലമെന്റ്സ് ആണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഞങ്ങൾക്ക് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടി വരുന്നു എന്ന് പറയുന്നത്, വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊള്ളണമെന്ന് വരുന്നത്, ബൈബിളും അതുപോലെ തന്നെ ക്രൂശിത രൂപവും ഒക്കെ പരോക്ഷ വിലക്ക് ഏർപ്പെടുത്തപ്പെടുന്നത്, സന്യസ്തർക്ക് അവരുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നത്, ഇത് കേവലം ദുർഗിൽ മാത്രം സംഭവിച്ച ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള കാരണത്താൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള യാതൊന്നും പറഞ്ഞുകൊണ്ട് ചർച്ചകളെ വഴിതിരിച്ചു വിടുകയല്ല വേണ്ടത്. ചർച്ചകളിൽ കൃത്യമായി സബ്ജക്റ്റിനോട്, വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് സംസാരിക്കാൻ സാധിക്കുകയും അതുവഴിയായി നമുക്കെല്ലാവർക്കും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്, ഒരു നാടാണ് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളത് എന്ന കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘടനകൾക്കോ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് നടപ്പില്ല എന്നുള്ളത് വ്യക്തതയോടുകൂടെ നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന ചിന്തയുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്: ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലായിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന ഈ ഇരട്ടത്താപ്പിന്റെ നയമുണ്ടല്ലോ, അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.